നമസ്കാരം. CTVയുടെ ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരി എന്ന പ്രത്യേക പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പുറത്തിറക്കിയ SP കോളേജിൻ്റെ ടവറിൻ്റെ ചരിത്രം ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കണ്ടിട്ട് നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് തന്നത്. കാരണം അവരെല്ലാം SBയെ സ്നേഹിക്കുന്നു. SBയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരാൾക്ക് പോലും ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച് മോശമായി പറയാൻ ഒന്നും ഉണ്ടാവില്ല. ഏതായാലും ഇന്നും നമുക്ക് SBയുടെ ഒരു ചരിത്രമാണ് കേൾക്കുവാനുള്ളത്. ധാരാളം ആളുകൾ SBയുടെ ചരിത്രത്തെക്കുറിച്ച് പറയാം എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഔദ്യോഗികമായ തലങ്ങളിൽ നിന്ന് വേണം അത്തരം അറിവുകൾ ലഭിക്കാൻ. അല്ലെങ്കിൽ വല്ലവരുമൊക്കെ പറഞ്ഞ് കേട്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയെയാണ് ഇന്ന് നമുക്ക് ഈ ചരിത്രം നമ്മളോട് സംസാരിക്കാനായി CTVയുടെ ഫ്ലോറിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 1960 SP കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. തുടർന്ന് 1967 മുതൽ ആ കോളേജിലെ തന്നെ ഒരു അധ്യാപകനായി ജോയിൻ ചെയ്യുന്നു. 1995 കോളേജിൽ നിന്നും ദീർഘകാലത്തെ അധ്യാപനത്തിന് ശേഷം റിട്ടയർ ചെയ്ത് പടിയിറങ്ങുന്നു. തുടർന്ന് ചങ്ങനാശ്ശേരിയുടെ പൊതുമണ്ഡലത്തിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിരവധി വർഷങ്ങളായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു വലിയ പരിസ്ഥിതി പ്രേമിയാണ്. നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. SP കോളേജിനെ കുറിച്ച് തന്നെ അദ്ദേഹം പ്രധാനമായും 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. സെയിൻറ്റ് ബെർക്ക്മാൻസ് കോളേജ് 100 വർഷത്തെ ശതാബ്ദ ചരിത്രം എന്നൊരു പുസ്തകവും SP കോളേജ് മലയാള കുടുംബ ചരിത്രം എന്ന ഒരു പുസ്തകവും കോളേജിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ചതാണ്. അത് ധാരാളം ആളുകൾ വായിച്ച് അറിവ് അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ TJ മത്തായി. ഇപ്പോൾ തന്നെ എല്ലാവർക്കും സുപരിചിതനായ മത്തായി സാറിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ CTVക്ക് വളരെ അഭിമാനമുണ്ട്. ഏതായാലും SP കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പരിണാമവാദികളൊക്കെ പറയുന്നത് പോലെ സ്ഫോടനത്തിലൊന്നും ഉണ്ടായ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ കോളേജോ ഒന്നുമല്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ 200-ലധികം വർഷത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന SP കോളേജ് യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് തന്നെ നാം കാണുന്ന ഏത് നിർമ്മിതിയുടെയും ഏത് സർവകലാശാലകളുടെയും അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും പിന്നിൽ നിരവധി ക്രാന്തദർശികളായ വ്യക്തികളുടെ കൈപ്പിനീര് കുടിച്ച അനുഭവങ്ങളും സുഖദുഃഖ സമ്മിശ്രമായ സംഭവങ്ങളുമൊക്കെ ഉണ്ട്. ഏതായാലും SP കോളേജിനെ സംബന്ധിച്ച് മത്തായി സാറിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അദ്ദേഹത്തെ CTVക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ SP കോളേജ് ചങ്ങനാശ്ശേരിയുടെ ഒരു വികാരമാണ്. ചങ്ങനാശ്ശേരിക്കാർ മാത്രമല്ല, നമ്മുടെ ജില്ല വിട്ട് തന്നെ എത്രയോ വ്യക്തികൾ ഇവിടെ വന്ന് പഠിച്ച് മിടുക്കന്മാരായി പോകുന്നു. ധാരാളം കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും ഭരണ തലത്തിൽ തന്നെ ഏറ്റവും നല്ല പദവികൾ വഹിക്കുന്ന വ്യക്തികളെയും ഒക്കെ സമ്മാനിച്ച ഒരു വലിയ കലാലയമാണ് SP കോളേജ്. അവിടെ പഠിക്കാനും പഠിപ്പിക്കാനും സാറിന് വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും SP കോളേജിൻ്റെ ആ ഒരു ഉത്ഭവം, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് സാറിനറിയാവുന്ന ആ ചരിത്ര സത്യങ്ങളൊക്കെ ഒന്ന് CTVയിലൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായും. ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സ്ഥാപനവും തുടങ്ങുന്നത് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ടല്ല. അതിന് പിന്നിൽ ദീർഘമോ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തെ പ്രവർത്തനമോ ചിന്തയോ കാണും. പക്ഷേ സെൻറ്റ് ബെർക്ക്മാൻസ് കോളേജിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം ഏതാണ്ട് 200 വർഷത്തെ നിരന്തരമായ ഒരു വലിയ സമൂഹത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ടതാണ് SP കോളേജ്. അത് ഒരു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ചരിത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ടതാണ്. 1653 കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവെള്ളിയായിരുന്നു. അന്നാണ് ആ സഭ, സെൻറ്റ് തോമസിൽ നിന്ന് രൂപം കൊണ്ട് വളർന്നു വന്ന ഒരു സഭ രണ്ടായി പിളരുന്നത്. ഒരു കൂനൻകുരി സത്യം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. അന്ന് അതിനുശേഷം പഴയ കൂറെന്നും പുത്തൻ കൂറെന്നും 2 പേരിൽ അതറിയപ്പെടാൻ തുടങ്ങി. സെൻറ്റ് തോമസിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് വളർന്നു വന്ന ആ സമൂഹം ഇടയ്ക്ക് വെച്ച് ഒരു വിഭാഗം പിളർന്നു പോയപ്പോൾ യാതൊരു മാറ്റവുമില്ലാതെ മാർപ്പാപ്പയുടെ കീഴിൽ അങ്ങനെ ഉറച്ചു നിന്ന് ആ സമൂഹത്തിന് പഴയ കൂറെന്നും പുതുതായി മാറിപ്പോയ ആ സമൂഹത്തിന് പുത്തൻ കൂറെന്നും പേര് കിട്ടി. കൂറെന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ പുത്തൻ കൂറ്റുകാർ
അവർക്ക് മേലധികാരികളെ കിട്ടുന്നത് അന്ത്യോക്യയിൽ നിന്നാണ്. അങ്ങനെ അന്ത്യോക്യ ബിഷപ്പിൻ്റെ പാത്രിയർക്കീസിൻ്റെ കീഴിൽ അവർക്ക് സ്വന്തം മെത്രാന്മാരുണ്ടാവുകയും ആ മെത്രാന്മാരുടെ പ്രവർത്തനം ഫലം ആയി ആ നാട്ടിലെ ആ സമൂഹത്തിന്, അതായത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾക്കെല്ലാം ധാരാളം സ്കൂളുകളും കോളേജുകളും ഉണ്ടായി. അവർക്ക് അഭ്യുന്നതിയുണ്ടായി. അന്ന് ജോലി സാധ്യത വളരെ കുറവായിരുന്നു ബ്രിട്ടീഷുകാരുടെ കീഴിൽ. എങ്കിലും ബ്രിട്ടീഷുകാരുടെ ഭരണപരമായ പല പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളിലുമെല്ലാം ഒരുപാട് ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ടായിരുന്നു. അത് പഠിച്ച ആൾക്കാരില്ലാത്തത് കൊണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടാണ് അവരത് നിർവഹിച്ചു പോകുന്നത്. പക്ഷേ ഇവിടെ പഠിച്ചു വന്ന ആൾക്കാർ, ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ പഠിച്ചു വന്നപ്പോൾ അവർക്ക് ആ സ്ഥാനം കിട്ടാനും അത് സാമ്പത്തികമായും സാംസ്കാരികമായും ഉന്നതിയിലേക്ക് നയിക്കാനും ഇടയായി. ആ സമയത്ത് ഓർക്കേണ്ടത് പഴയ കൂറ്റുകാരുടെ അവസ്ഥയാണ്. അവരുടെ മേലധികാരികളായി കിടന്ന നമ്മുടെ പോർട്ടീസുകാരുടെ മെത്രാന്മാർ യാതൊരു വിധമായ പുരോഗതിയും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ തയ്യാറായില്ല. സ്കൂളുണ്ടാക്കുകയോ കോളേജ് ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. മാത്രമല്ല നമ്മുടെ വൈദികരോട് അവരുടെ വളരെ മോശമായ ഒരു പെരുമാറുകയും കൂടി ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി, പഴയ കൂറ്റുകാർക്ക് അഭ്യുന്നതി അല്ലെങ്കിൽ അഭിവൃദ്ധി വേണമോ സ്വന്തം മെത്രാൻ ഉണ്ടാവണം എന്ന ആഗ്രഹം ജനിച്ചു. അങ്ങനെ സ്വജാതി മെത്രാൻ എന്നൊരു പ്രസ്ഥാനം തന്നെ ഇവിടെയുണ്ട്, സ്വജാതി മെത്രാൻ സമരം. അപ്പോൾ ഈ സ്വജാതി മെത്രാന് വേണ്ടി സമരം എന്ന് പറഞ്ഞാൽ ആരോടാണ്? മാർപ്പാപ്പായോടാണ്. പക്ഷെ മാർപ്പാപ്പായിട്ട് സമരം നടത്തുന്നത് എങ്ങനെയാണ്? അതിന് അവർ കണ്ടുപിടിച്ചൊരു മാർഗം എല്ലായിടത്തും പ്രതിഷേധ യോഗങ്ങൾ കൂടുക. പ്രത്യേകിച്ച് കത്തോലിക്ക കേന്ദ്രങ്ങൾ ചങ്ങനാശ്ശേരി, കുറവലിങ്ങാട്, തൃശ്ശൂർ, പാല, ഇരിങ്ങാലക്കുട തുടങ്ങിയുള്ള നമ്മുടെ പഴയ കൂറ്റുകാർ ധാരാളമുള്ള സ്ഥലങ്ങളിലെല്ലാം പള്ളികളോടനുബന്ധിച്ച് വലിയ പ്രതിഷേധ മീറ്റിങ്ങുകൾ കൂടും. സാറേ, അപ്പോൾ സ്വാഭാവികമായും ചങ്ങനാശ്ശേരിയിൽ നടന്ന ആ പ്രതിഷേധം ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിലായിരുന്നു. യെസ്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ പല പ്രാവശ്യം പ്രതിഷേധ മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട്. അന്നത്തെ ഈ പ്രതിഷേധ മീറ്റിങ്ങുകളുടെ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആളുകൾ നിരന്നിരുന്നതിൻ്റെ അച്ഛന്മാരും അൽമായരുടെ പ്രമുഖരും എല്ലാം നിരന്നിരിക്കുന്നു. നടുക്കത്തെ കസേരയിൽ മാർപ്പാപ്പായുടെ പടം വെച്ചിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുക്കും. അപ്പോൾ ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിലാണ്, ഞങ്ങൾ എതിരല്ല എന്ന് കാണിക്കാനുള്ളൊരു മാർഗം അതേ ഉള്ളൂ. അന്ന് ഈ യാത്രാ സൗകര്യത്തിൻ്റെ അഭാവം കൊണ്ടും നമ്മുടെ ആശയവിനിമയം വളരെ അസാധ്യമായൊരു കാലഘട്ടമാണെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഫോട്ടോ റോമിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഒപ്പം അതിൻ്റെ കൂടെ നമ്മൾ പാസ്സാക്കുന്ന പ്രമേയവും. ഇതായിരുന്നു സ്വജാതി മെത്രാൻ സമരത്തിൻ്റെ രീതി. ഇത് ഏതാണ്ടൊരു 200 വർഷത്തോളം ദീർഘിച്ചു. ഈ സമരപരിപാടി 200 വർഷം നടന്നു. യെസ്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാറ് കുറച്ചു മുമ്പ് പറഞ്ഞ ആ മാർപ്പാപ്പയുടെ ഫോട്ടോ വെച്ചെടുത്ത ഫോട്ടോകളൊന്നും തന്നെ റോമിൽ എത്തിയില്ലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കേണ്ടതായി വരും. തീർച്ചയായിട്ടും. അന്നത്തെ കാലത്ത് ഇതിൽ എത്ര എണ്ണം റോമിൽ എത്തിയെന്ന് നമുക്ക് പറയാനാവില്ല. കാരണം കപ്പലിലാണ് കൊടുത്തു വിടുക. അത് കിട്ടേണ്ട ആളുടെ കിട്ടിയാൽ തന്നെ അത് മാർപ്പാപ്പായുടെ കയ്യിൽ എത്തിച്ചോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മാർപ്പാപ്പായ്ക്ക് വിവരം അറിഞ്ഞു. അതനുസരിച്ച് മാർപ്പാപ്പ ഇവർ പറയുന്നതെല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു. അന്ന് ബോംബെയിലെ മെത്രാനായിരുന്ന ലിയോ മൊയ്റീൻ എന്ന് പറയുന്ന ഒരു മെത്രാനെ ഇവിടുത്തെ കാര്യങ്ങൾ നിഷ്പക്ഷമായി അറിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് അയച്ചു. അദ്ദേഹം വളരെ സത്യസന്ധനും മിടുക്കനുമായൊരു മെത്രാനായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം ആദ്യം കൊച്ചിയിൽ വന്നിറങ്ങിയിട്ട് കപ്പലിലാണല്ലോ വരവ്. കൊച്ചി വന്നു. കൊച്ചിയിൽ നിന്ന് മാന്നാനത്തേക്ക് നമ്മൾ ഭയങ്കരമായൊരു സ്വീകരണം അറേഞ്ച് ചെയ്തു. ഒരുപാട് വള്ളങ്ങളുടെയും ബോട്ടുകളുടെയും ഒക്കെ ആകുമ്പോഴേ നമ്മുടെ മാന്നാനം കുന്നിൻ്റെ പുറകിൽ വന്ന് കയറി. അങ്ങനെ മാന്നാനത്ത് വെച്ച് ആദ്യം നമ്മൾ സ്വീകരണം കൊടുത്തു. അദ്ദേഹം നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അവിടെ ഇവിടം വരെ വരുന്നത്. അതെ. തീർച്ചയായും. അപ്പോൾ മാന്നാനത്ത് അന്ന് CMI സഭയുടെ ആസ്ഥാനമായി രൂപം കൊണ്ടിരുന്നു. അവിടെ വെച്ച് നമ്മൾ സ്വീകരണം കൊടുത്തു. ആ സ്വീകരണ മീറ്റിങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞു, അപ്പം മാർപ്പാപ്പ ഇതിനിടയ്ക്ക് തീരുമാനിച്ചൊരു കാര്യം, നമ്മൾ നിരന്തരം ഇങ്ങനെ പ്രതിഷേധം കൊടുത്തപ്പം അവസാനം അവർ ഈ മൊയ്റീൻ്റെ തീരുമാനപ്രകാരം
മൊയ്രീനെ സ്വീകരിച്ചു. മൊയ്രീൻ ഇവിടുന്ന് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. 2 ആഴ്ചയിൽ ഒരു കത്ത് എന്നുള്ളതായിരുന്നു മൊയ്രീൻ്റെ തത്വം. ഈ റിപ്പോർട്ടുകൾ, ഈ കത്തുകളെല്ലാം നമുക്ക് പിന്നെ കണ്ടുകിട്ടിയെന്നുള്ളതാണ് സത്യം. അതൊരു ഫാദർ ചാൾസ് പൈങ്ങോട്ടെന്ന് പറഞ്ഞ അച്ഛൻ റോമിൽ വെച്ച് യാദൃശ്ചികമായ ഒരു പെട്ടി കണ്ടെടുത്ത് ആ പെട്ടിക്കകത്ത് ഈ എഴുത്തുകൾ മുഴുവനും ശേഖരിച്ചു വെച്ചിരുന്ന് കാണുകയും അതൊരു പുസ്തകമാക്കുകയും ചെയ്തു. സാറേ, അപ്പൊ അത് നമുക്ക് അനുകൂലമായ റിപ്പോർട്ടായിരിക്കുമല്ലോ അദ്ദേഹം അതെ കൊടുത്തത്. അതെ 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 കേരള സഭ 19-ാം നൂറ്റാണ്ടിൽ നിന്നാണ്. ഇത് സത്യത്തിൽ കത്തോലിക്കരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരള സഭ 19-ാം നൂറ്റാണ്ടിൽ, അതായത് ഈ മൊയ്രീൻ ഇവിടെ വന്നിട്ട് അയച്ച കത്തുകളുടെ മുഴുവൻ കോപ്പികളാണ്, അതിൻ്റെ വിവരങ്ങളാണ്. അതിനകത്ത് നമ്മളെ അനുകൂലിച്ചുകൊണ്ട്, അതായത് നമ്മൾ എന്തിനാണോ ഈ സമരം നടത്തിയത് ആ സമരം ശരിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള എഴുത്തുകളാണ് ഇതെല്ലാം തന്നെ. അതിനകത്ത് ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഇതാണ് ആ ഒരു സെൻറ്റൻസ്. അത് ചാൾസ് വൈങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടതാണ്. ഒരു വശത്ത് പ്രൊട്ടസ്റ്റൻ്റുകാർക്ക് സ്കൂളുകളും കോളേജുകളും വഴി അവർ നേടിയ ഭയങ്കരമായ അഭിവൃദ്ധി, മറുവശത്ത് കത്തോലിക്കർക്ക് ഒരു സ്കൂളുമില്ല. അടുത്ത വാചകം അതിലും ഭയങ്കരമാണ്. അടുത്ത വാചകം പറയുന്നത് ഈ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ വിടുന്നതിന് പള്ളി ശിക്ഷ കീഴിൽ വിലക്കുമാണ്. മകരം ചൊല്ലും. അപ്പം അങ്ങനെ പേടിപ്പിച്ചു. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്കൂളില്ല പഠിപ്പിക്കാൻ, പക്ഷെ അവരുടെ സ്കൂളിൽ വിടാനും പറ്റില്ല. ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കേരള സഭയിലെ പഴയ കൂട്ടുകാർ ചെന്നുപെട്ടു. ഈ നിരന്തരമായ സമരം, കൂടപ്പഴയച്ചൻ, ചരിത്രകാരനും സെമിനാരി പ്രൊഫസറുമായ കൂടപ്പഴയച്ചൻ്റെ ഭാരതസഭാ ചരിത്രത്തിൽ വളരെ വ്യക്തമായി ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: 200 വർഷം ദീർഘിച്ച നീണ്ട ഒരു സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ സ്വജാതി മെത്രാനെ കിട്ടിയതെന്നാണ്. അപ്പോൾ ഈ മൊയ്രീൻ്റെ എഴുത്തുകളെല്ലാം ഏതായാലും ആ റിപ്പോർട്ടെല്ലാം മാർപ്പാപ്പയ്ക്ക് കിട്ടി. മാർപ്പാപ്പ ഒരു തീരുമാനമെടുത്തു. നമ്മൾ ആവശ്യപ്പെട്ടത് സ്വജാതി മെത്രാനെയാണ്. അപ്പോൾ മാർപ്പാപ്പ തീരുമാനിച്ചു സ്വജാതി മെത്രാനെ ഇപ്പോൾ കൊടുക്കുന്നില്ല, പക്ഷേ സ്വന്തം ജാതിക്കാർക്ക് വേണ്ടി 2 റീത്തുകൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കോട്ടയവും തൃശ്ശൂരും 2 റീത്തുകൾ നമുക്ക് വേണ്ടി അംഗീകരിച്ചു തന്നു. അതിന് രണ്ട് പേരെ ഇങ്ങോട്ട് മെത്രാന്മാരെ അഭിഷേകിച്ച് വിടുകയും ചെയ്തു. സാർ, അന്ന് ഇരുന്ന മാർപ്പാപ്പയുടെ പേരെന്തായിരുന്നു? അത് ലിയോ 13 മാർപ്പാപ്പയാണ്, ലിയോ 13. അപ്പോൾ അദ്ദേഹം അങ്ങനെ നമുക്ക് നമ്മുടെ കേരള സഭയ്ക്ക് ആദ്യത്തെ നന്മ അദ്ദേഹം ചെയ്തു. അങ്ങനെ 2 റീത്തുകളുണ്ടായി. അപ്പോൾ മെഡ്ലിക്കോട്ട് എന്ന് പറയുന്ന ഒരാളിനെ ഒരു മെത്രാനായിട്ട് തൃശ്ശൂരേക്കും നമ്മുടെ കോട്ടയമാണ് അന്ന് പേര് പറഞ്ഞിരുന്നത്, ചങ്ങനാശ്ശേരി അല്ല, കോട്ടയത്തേക്ക് ചാൾസ് ലെവീൻ എന്ന ഫ്രഞ്ചുകാരനെ നിശ്ചയിച്ചു. പക്ഷേ ഒരു മാറ്റം കൂടെ വരുത്തി. അതുവരെ നമ്മുടെ സഭയെ ഭരിച്ചിരുന്നത് കർമ്മിത്തക്കാരാണ്, വൈദികർ അല്ല മെത്രാന്. അത് മാറ്റിയിട്ട് ഈശോ സഭക്കാരെ ഇങ്ങോട്ട് നിയമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈശോ സഭയിൽപ്പെട്ട 2 പേരെയാണ് മെത്രാന്മാരായിട്ട് ഇങ്ങോട്ട് വെച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലത്തീൻ റീത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു റീത്ത് ഇവിടെ ഉണ്ടായി. അങ്ങനെ സീറോ മലബാർ സഭയ്ക്ക് ആദ്യത്തെ വലിയൊരു വളർച്ചയുടെ ഘട്ടം കൈവന്നു. അങ്ങനെ ചാൾസ് ലെവീൻ ഇവിടെ വന്നു. ചാൾസ് ലെവീനിൽ നമ്മൾ ഭയങ്കരമായ സ്വീകരണം കൊടുത്തു. മാന്നാനംകുന്നിലാണ് അതും സ്വീകരണം. ആ മാന്നാനംകുന്നിലെ സ്വീകരണത്തിൽ വെച്ച് തന്നെ ചാൾസ് ലെവീൻ പറഞ്ഞു, ലിയോ 13 ഇവിടെ ഒരു നാഷണൽ കോളേജ്, ഇതാണ് ആ വാക്ക് പറഞ്ഞത്, നാഷണൽ കോളേജ്, ഒരു ദേശീയ കോളേജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി കോളേജ് എന്നർത്ഥം, അല്ലാതെ ഒരിക്കൽക്ക് വേണ്ടി എന്നല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കോളേജ് ഇവിടെ സ്ഥാപിക്കും. മാത്രമല്ല നിങ്ങളുടെ ഇടവകളിലും പ്രദേശങ്ങളിലും സ്കൂളുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ അധികം താമസിയാതെ കാണും എന്ന് ചാൾസ് ലെവീൻ എന്ന് പ്രഖ്യാപിച്ചു. 200 വർഷം ദീർഘിച്ച ആ സമരത്തിൻ്റെ പരിസമാപ്തി വിജയമായി അത് നമ്മൾ കരുതണം. അപ്പോൾ ഈ ചാൾസ് ലെവീൻ കോട്ടയത്ത് വന്ന് ചാർജ് എടുക്കുന്നു 1887. പക്ഷെ ഒരു പ്രശ്നം, അവിടെ കാത്തലിക്സിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് അവിടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് അദ്ദേഹം മാറി വരുന്നു. 91 ചങ്ങനാശ്ശേരി ആസ്ഥാനമായി അദ്ദേഹം മാർപ്പാപ്പയുടെ അനുവാദത്തോടെ ആസ്ഥാനമാക്കി മാറ്റുകയും ഇങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു.
ഇവിടെ വന്ന ആ വർഷം തന്നെ 91 തന്നെ SB കോളേജ് ഹൈസ്കൂൾ എന്ന പേരിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു, ഹൈസ്കൂളായിട്ട്. ആ ഹൈസ്കൂള് 3 വർഷം 91, 3, 94 ഹൈസ്കൂൾ പൂർത്തിയായി. ഉടനെ അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കോളേജ് ഉണ്ടാകാനുള്ള ശ്രമം ആരംഭിച്ചു. സാർ അതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ SP ഈ സ്കൂള് അത് എവിടെയായിരുന്നു സ്ഥാപിച്ചത്? അതിപ്പോൾ നമ്മുടെ സെൻറ് ജോസഫ്സ് മഠം ഇരിക്കുന്ന ആ ഭാഗത്തായിരുന്നു, കർമ്മലിത്ത മഠം. കർമ്മലിത്ത മഠം. അവിടെയാണ് ചാൾസ് ലെവിഞ്ചും താമസിക്കുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ആസ്ഥാനം അവിടെയായിരുന്നു. ആസ്ഥാനം അവിടെയായിരുന്നു, പള്ളിയോട് ചേർന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇരുമ്പനം കുന്നെന്ന് പറയുന്ന സ്ഥലം വാങ്ങിച്ച് നമ്മുടെ ഇപ്പോഴത്തെ അരമന ഇരിക്കുന്നിടം ഇരുമ്പനം കുന്നെന്നാണ് പറയുക. ഈ ഇപ്പോഴത്തെ അരമന ഇരിക്കുന്നിടം അന്നേരം ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഈ അരമന ഇരിക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ പ്രാധാന്യമെന്നല്ല, പഴക്കമുള്ള കെട്ടിടമാണ് കർമ്മലിത്ത മഠത്തിന്റെ കെട്ടിടം. അതെ 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 അതെ. അന്ന് പത്തിട്ടുപള്ളി ഉണ്ടല്ലോ. അപ്പൊ അവിടെയായിരുന്നു താമസവും ഈ പിള്ളേരെ പഠിപ്പിച്ചതും. അപ്പൊ ആ പിള്ളേരുടെ പഠനം പൂർത്തിയായപ്പോൾ, അതായത് ഹൈസ്കൂൾ തീർന്നപ്പോൾ 94 കോളേജ് ഉണ്ടാക്കാനുള്ള ശ്രമമായി. അടുത്ത ഘട്ടം കോളേജാണല്ലോ, കോളേജ് ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വെടിക്കുന്നെന്ന് പറയുന്ന ഒരു സ്ഥലം വാങ്ങിച്ചു. സാർ, ഞങ്ങളെ കഴിഞ്ഞ ദിവസം ഇവിടെ ചെയ്ത ഒരു കോളേജ് ടവറിനെ കുറിച്ചുള്ള വീഡിയോ സാർ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിനകത്ത് ശ്രീ രമേശ് മാത്യു ആ വെടിക്കുന്നിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ ആ വെടിക്കുന്നിന്റെ പ്രാധാന്യം അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം ഒന്ന് സാറൊന്ന് പറയാമോ? അത് രമേശ് മാത്യു പറഞ്ഞ പോലെ ഗവൺമെന്റ് തലത്തിൽ വെടി പഠിപ്പിക്കുന്ന, വെടിവെക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ അല്ല അത്. അതൊരു വെടിവെക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അതായത് മുയല്, കൂരൻ തുടങ്ങിയുള്ള ലഘുജീവികൾ ധാരാളം വളരുന്ന ഒരു കാട്ടുപ്രദേശം. ഈ SP കോളേജ് ഇപ്പൊ ഇരിക്കുന്ന സ്ഥലവും അതെ അതെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ കുന്നായിരുന്നു. ഇപ്പോഴത്തെ പോലെ നിരപ്പാക്കിയ സ്ഥലം, നിരപ്പാക്കിയ പിന്നീടാണ്. അതൊരു കുന്നാ. ഇത് കുന്നായിരുന്നു എന്നും അത് അവിടെ കാടുകളുണ്ടായിരുന്നു എന്നും ഒരാള് അതിൽ നടന്നു വന്ന ആൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞത് കേശവമംഗലം ചേച്ചി എന്ന് പറഞ്ഞൊരു നേഴ്സുണ്ട്, ഗവൺമെൻറ് നേഴ്സാണ്. അവർ താമസിക്കുന്ന അവരുടെ വീട് നമ്മുടെ ഇപ്പോഴത്തെ PP ജോസ് റോഡ് വന്ന അസംഷൻ കോളേജ് റോഡിലേക്ക് ചേരുന്ന ആ മൂലയ്ക്ക് ഒരു 90 സെന്റ് സ്ഥലവും ഒരു വലിയ കെട്ടിടവുമായിട്ട് ജീവിച്ചവരാണ് അവർ. പക്ഷെ ഇവരുടെ വീട് വാഴപ്പള്ളിയിലായിരുന്നു. ഈ ചേച്ചി, കേശവമംഗലം ചേച്ചി, പഠിച്ചത് സെൻറ് ആൻസിലാണ്. അപ്പോൾ സെൻറ് ആൻസിലേക്ക് വരുന്നത് നമ്മുടെ ഇന്നത്തെ SB കോളേജിൻ്റെ ആ മുൻഭാഗത്തുനിന്ന്, അത് കുന്നാണല്ലോ, ആ കുന്നുവഴി മുകളിൽ കയറി താഴോട്ട് ഇറങ്ങി ഇപ്പോഴത്തെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, അതായത് ഇപ്പോഴത്തെ ഗേൾസിൻ്റെ ഹോസ്റ്റലുണ്ടല്ലോ, അവിടോട്ട് ഇറങ്ങിയിട്ടാണ് വഴി കഴിഞ്ഞ് സെൻറ് ആൻസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ആ കുന്നേന്നൊക്കെ ഊർന്നു പോരുമായിരുന്നു ചിലപ്പോൾ ഈ മഴക്കാലത്തൊക്കെ, കാരണം അത്രയ്ക്ക് വലിയ കുന്നായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ അസംഷൻ കോളേജ് ഇരുന്ന സ്ഥലമോ? അസംഷൻ കോളേജ് ഇരുന്ന വരെ ഇല്ല, അതിനപ്പുറമാണ്. ഇത് അത് മലയൊന്നും കുന്നല്ലല്ലോ, അല്ല. SB കോളേജ് ഇരുന്നിടമാണ് കുന്ന. ഈ വെടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ് സാറിപ്പോൾ ഉദ്ദേശിച്ചത്? അതെ അതെ. അത് ഒരു ചെറിയ ചെറിയ മരങ്ങളോട് കൂടിയ പുല്ല് പ്രദേശമായിരുന്നു. അതോടെ ഈ മുയൽ തുടങ്ങിയുള്ള ധാരാളം മൃഗങ്ങളുണ്ടായിരുന്നു. അതിനെ വെടിവെക്കാൻ വന്നു. അതിന് വേട്ടയ്ക്ക് പറ്റിയ സ്ഥലം എന്നുള്ള തരത്തിലാണ് വെടിക്കുന്നെന്ന് പേര് വന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് വേട്ടയ്ക്ക് പറ്റിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതെ അതെ. അന്ന് കാടല്ലേ പല പ്രദേശങ്ങളും ഉള്ളത്. അപ്പം ഈ ചാൾസ് ലെവിഞ്ച് ഈ വെടിക്കുന്ന് വാങ്ങി മുകളിൽ അല്പം നിരപ്പാക്കി അവിടെ വാനം വെട്ടി തറക്കല്ല് വിട്ടു 95. എന്നിട്ട് ഈ കോളേജ് പണിയണമെങ്കിൽ ധാരാളം പണം ആവശ്യമാണ്. പുള്ളി പണം സമ്പാദിക്കാൻ വേണ്ടി റോമിന് പോയി മാർപ്പാപ്പയെ കാണണം. എന്നിട്ട് പുള്ളിയുടെ നാടായ ഫ്രാൻസിലേക്ക് കടന്ന് അവിടെ സമ്പന്നന്മാരിൽ നിന്ന് കാശ് പിരിച്ച് കൊണ്ടുവരാനാണ് പോയത്, നമ്മുടെ കോളേജിന് വേണ്ടി. അപ്പം നമ്മൾ ഈ ചാൾസ് ലെവിഞ്ചിനെ തന്നെങ്കിലും അത് വിദേശമന്ത്രാണല്ലോ, നമ്മുടെ സമരം നിർത്തിയില്ല. നമ്മൾ പ്രതിഷേധ യോഗങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് സ്വന്തം മെത്താൻ തരണം, സ്വജാതി മെത്താനെ വേണമെന്നുള്ള സമരം നമ്മൾ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ചാൾസ് ലെവിഞ്ച് ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെ തറക്കല്ല് വിട്ടിട്ടാ പോയെന്ന് ഓർത്തോണം. അന്നേരത്തേക്ക് മാർപ്പാപ്പ നയം മാറ്റാൻ ശ്രമിച്ചു. അതായത് സ്വന്തം മെത്താനെ കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ മാർപ്പാപ്പയുടെ മനസ്സ് മാറി. യെസ്, അങ്ങനെ നയം മാറ്റം റോമിലുണ്ടായി. ആ നയം മാറ്റം എന്താണ്? സ്വന്തം ജാതിയിൽ മെത്താനെ ഇവർക്ക് കൊടുത്തേക്കാം. അങ്ങനെ ചാൾസ് ലെവിഞ്ചോട് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകണ്ട, സിലോണിലെ ട്രിങ്കോമാലിയിലേക്ക് പൊക്കോ, അവിടുത്തെ മെത്താനാക്കി അങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഇങ്ങോട്ട് ഇവിടുത്തെ ചാൾസ് ലെവിഞ്ചിൻ്റെ സെക്രട്ടറി ആയിരുന്ന മാത്യു മാക്കീലിനെ ഇവിടുത്തെ മെത്രാനാക്കി വാഴിച്ചു. പക്ഷേ അന്നേരത്തേക്ക് പ്രശ്നം നമ്മുടെ തീർന്നില്ല.
ഇദ്ദേഹം ക്നാനായ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് നമ്മൾ വീണ്ടും ചങ്ങനാശ്ശേരിക്കാർ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറ്റുകയല്ല, കാരണം ഞങ്ങൾക്ക് സ്വന്തം ജാതി അല്ല നമ്മുടെ ആളല്ല, ഇത് വേറൊരു ജാതിയാണ്. എന്നുവെച്ചാൽ ശുദ്ധിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗമാണല്ലോ ക്നാനായക്കാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ മെത്രാനെ തരണമെന്ന് പറഞ്ഞു. അതിൻ്റെ പരമായിട്ട് 1911 മാർപ്പാപ്പ കോട്ടയത്തൊരു രൂപത ഉണ്ടാക്കി ഈ മാത്യുമാക്കിനെ അങ്ങോട്ട് മെത്താനായിട്ട് വിട്ടിട്ട് ഇവിടെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കുര്യാളശ്ശേരിയെ ബിഷപ്പായിട്ട് നിയമിക്കുന്നു. അങ്ങനെ നമുക്ക് സ്വന്തം മെത്രാനെ കിട്ടി. അങ്ങനെ സ്വജാതി മെത്രാൻ സമരം തീർന്നു. പക്ഷേ കോളേജ് എന്നുള്ള ആ സങ്കല്പം അത് യാഥാർത്ഥ്യമാകാൻ വീണ്ടും ഒരുപാട് വർഷങ്ങൾ ദീർഘിക്കേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പണമില്ല.